നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും നിർണായകമായ ദിനമാണ്. നിർണായക CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് തുടക്കമായിരിക്കുകയാണ്. EP ജയരാജന്റെ വിഷയം കത്തി നിൽക്കുന്നതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത്. ഈ വിഷയവും ഇന്ന് ചർച്ചയാകും. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ആളിക്കത്തുന്നതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി AKG സെന്ററിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത്. EP ജയരാജൻ AKG സെന്ററിൽ എത്തി. മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും AKG സെന്ററിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട എങ്കിലും EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ചർച്ചയാകും. വിവാദങ്ങളിൽ കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു ഇന്ന് അദ്ദേഹം AKG സെന്ററിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. BJP പ്രവേശനത്തിൽ EP-യുമായി 3 വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. എന്നാൽ EP ജയരാജൻ ഈ ആരോപണങ്ങളെയൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടി അറിയിക്കാത്തത് എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല എന്നും EP വിശദീകരിച്ചു. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ന് AKG സെന്ററിൽ ആ ഒരു യോഗത്തിന് തുടക്കമായിരിക്കുകയാണ്. EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിന് പങ്കെടുക്കാൻ എത്തുന്ന ദൃശ്യങ്ങൾ കാണാം. അതെ അതെ ഇന്നത്തെ യോഗത്തിന് എന്തെങ്കിലും പ്രത്യേകത? അത് തന്നെ ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറഞ്ഞു. പാഠശാല മാത്രമേ കയറുക അതൊക്കെ you